എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലവർഷം 1202 നമ്മൾ കടക്കുകയാണ്. പുതിയൊരു വർഷം പിറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടാകും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നവഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനമനുസരിച്ച് കൊല്ലവർഷം 1202 ചിങ്ങക്കൂറുകാർക്ക്, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, അതുപോലെ കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലൊക്കെ എന്തെല്ലാം അനുഭവങ്ങളൊക്കെയാണ് ഈ 1202 നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതിനെപ്പറ്റിയാണ്. ഈ വർഷം നിങ്ങൾക്ക് വലിയ വഴിത്തിരിവുകളൊക്കെ സമ്മാനിക്കുന്ന വർഷമാണോ, അതോ അതീവ ജാഗ്രതയൊക്കെ പുലർത്തേണ്ടതുണ്ടോ? ഒപ്പം നിങ്ങളുടെ ഗ്രഹദോഷങ്ങളൊക്കെ അകറ്റി ഐശ്വര്യമൊക്കെ കൊണ്ടുവരാൻ എന്തൊക്കെ ലളിതമായ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഈ വർഷത്തെ നിങ്ങളുടെ ഫലങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ 12ാം ഭാവമായ കർക്കിടകത്തിലാണ്. ഉച്ചസ്ഥനാണെങ്കിലും 12ലെ വ്യാഴം ചില ചിലവുകളും അലച്ചിലുകളും ഒക്കെ തരാനും സാധ്യതയുണ്ട്. എന്നാൽ അതിനുശേഷം 2026 ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 24 വരെ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് വരുന്നുണ്ട്. പിന്നീട് വക്രഗതിയായി വീണ്ടും കർക്കിടകത്തിലേക്കും, തുടർന്ന് 2027 ജൂൺ 25 വീണ്ടും ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 8ാം ഭാവമായ മീനൻ രാശിയിലാണ്. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനി കാലഘട്ടമാണ്. ജൂണിന് ശേഷം ശനി 9ാം ഭാവമായ മേടത്തിലേക്ക് രാശി മാറും. 2026 ഡിസംബർ 5 രാഹു 7ാം ഭാവമായ കുംഭത്തിൽ നിന്ന് 6ാം ഭാവമായ മകരത്തിലേക്കും, കേതു 1ാം ഭാവത്തിൽ നിന്ന് 12ാം ഭാവമായ കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഒരു സമ്മിശ്രമായ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് ഓരോ മേഖലയായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ തൊഴിൽ, ബിസിനസ് മേഖലകളെക്കുറിച്ച് പറയാം. അഷ്ടമശനിയൊക്കെ തുടരുന്നതിനാൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലിസ്ഥലത്തെ കഠിനാധ്വാനത്തിന് തക്കതായ അംഗീകാരമൊക്കെ ലഭിക്കാൻ അല്പം താമസമൊക്കെ നേരിട്ടേക്കാം. സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ ഒക്കെ ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എടുത്തു ചാടിയൊക്കെ ജോലി രാജിവെക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും തർക്കത്തിലൊക്കെ ഏർപ്പെടാനോ ഈ സമയം നിൽക്കരുത്. എന്നാൽ 2026 ഒക്ടോബർ അവസാനത്തോടെ വ്യാഴം ചിങ്ങൻ രാശിയിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടെ സ്ഥിതിഗതികളിലൊക്കെ വലിയ മാറ്റമൊക്കെ ഉണ്ടാകും. തൊഴിലന്വേഷകർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ സമയം ആണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഡിസംബർ 5 രാഹു 6ാം ഭാവത്തിലേക്ക് മാറുന്നത് ബിസിനസ്സിലെ ശത്രുക്കളെയും മത്സരങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അനുഭവസ്ഥരുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വർഷത്തിൻ്റെ 2ാം പകുതി ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ വളരെയധികം നല്ലതാണ്. ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. 1202 ആണ്ടിൻ്റെ തുടക്കത്തിൽ 12ാം ഭാവത്തിലെ വ്യാഴവും അഷ്ടമശനിയുമൊക്കെ കാരണം അപ്രതീക്ഷിത ചിലവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. യാത്രകൾക്കൊക്കെ വേണ്ടിയോ, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവാകാം. അതിനാൽ വരവും ചിലവുമൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടതൊക്കെ അനിവാര്യമാണ്. ആർക്കെങ്കിലും വലിയ തുകയൊക്കെ കടം കൊടുക്കുന്നതോ അതുപോലെ ജാമ്യം നൽകുന്നതോ ഒക്കെ ഈ വർഷം പരമാവധി ഒഴിവാക്കുക. എന്നാൽ ഒക്ടോബറിന് ശേഷം വ്യാഴം ചിങ്ങത്തിലൊക്കെ എത്തുന്നതോടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കും. കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിലൂടെയോ അപ്രതീക്ഷിത വഴികളിലൂടെയൊക്കെ ധനാഗമം പ്രതീക്ഷിക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വർഷത്തിൻ്റെ അവസാന പകുതി വളരെ അനുകൂലവുമാണ്. ഇനി നമുക്ക് കുടുംബജീവിതത്തിലേക്ക് വരാം. ചിങ്ങക്കൂറുകാരുടെ കുടുംബജീവിതത്തിൽ ഈ വർഷം സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ അനാവശ്യമായ വാദപ്രതിവാദങ്ങളൊക്കെ കുടുംബത്തിലൊക്കെ അശാന്തിയൊക്കെ ഉണ്ടാക്കിയേക്കാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നാൽ ഡിസംബറിലെ രാഹുവിൻ്റെ മാറ്റവും
ഒക്ടോബറിലുണ്ടാകുന്ന വ്യാഴമാറ്റവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ തിരികെ കൊണ്ടുവരുന്നതാണ്. അവിവാഹിതരായ ചിങ്ങക്കൂറുകാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിലുള്ള അകൽച്ചയൊക്കെ മാറി പരസ്പര ധാരണയൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തർക്കങ്ങളും ഈ സമയത്ത് പരിഹരിക്കപ്പെടും. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെ ഉണ്ടാകും നോക്കാം. വിദ്യാർത്ഥികളുടെ കാര്യം ഈ വർഷം അവർക്ക് കഠിനാധ്വാനം അനിവാര്യമായ ഒരു സമയമാണ്. അഷ്ടമശനി കാലഘട്ടമാണ്. അതിനാൽ പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആദ്യ മാസങ്ങളിലൊക്കെ അല്പം ബുദ്ധിമുട്ട് തോന്നാം. അലസതയും ഏകാഗ്രതക്കുറവും ഒക്കെ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ ഒക്ടോബറിനൊക്കെ ശേഷം വ്യാഴമൊക്കെ അനുകൂലമാകുന്നതോടെ ബുദ്ധിയും വിവേകവും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും അതുപോലെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും മികച്ചൊരു വിജയമൊക്കെ ഈ സമയത്ത് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരങ്ങളൊക്കെയും ഈ വർഷം വന്നു ചേരുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അഷ്ടമശനിയുടെ സ്വാധീനമൊക്കെ ഉള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ ചിങ്ങക്കൂറുകാർ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി മരുന്നൊക്കെ കഴിക്കാനും ഡോക്ടറെ കാണാനും ഒക്കെ ശ്രദ്ധിക്കണം. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ അതീവ ജാഗ്രതയൊക്കെ പുലർത്തുക. മാനസിക സമ്മർദ്ദവും അലച്ചിലുമൊക്കെ ഒഴിവാക്കാൻ യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ പിന്തുടരുക. ഇതൊക്കെ വഴി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും. വർഷത്തിൻ്റെ രണ്ടാം പകുതിയൊക്കെ ആകുമ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല രീതിയിലുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഗ്രഹങ്ങളുടെയൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നന്മകളൊക്കെ വർദ്ധിപ്പിക്കാനും ചിങ്ങക്കൂറുകാർ ഈ വർഷം ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഷ്ടമശനിയൊക്കെ തുടരുന്നതിനാൽ എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ എള്ളുതിരി തെളിക്കുന്നതും നല്ലതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ശനിദോഷത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി അർച്ചന, പാൽപ്പായസം എന്നിവ വഴിപാടൊക്കെ കഴിക്കുക. മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ഒക്കെ ആദരിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ നാഗദൈവങ്ങൾക്ക് നൂറും പാലും ഒക്കെ സമർപ്പിക്കുക. ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി ധാരയൊക്കെ വഴിപാട് കഴിക്കുന്നത് രാഹുകേതുക്കളുടെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. ഭക്തിയോടെയും വിശ്വാസത്തോടെയും ഒക്കെ കൂടി ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് വലിയ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിങ്ങക്കൂറുകാരായ എല്ലാവർക്കും ഈ 1202 ആണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.